ദൂരത്തും ചാരത്തുമായും അടുത്തും അകലെയുമായി വീടുകളിലും വീടുകളിലുമായി ഞങ്ങളുടെ ഈ ഗാനങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ലിവിംഗ് വേ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയും സുവിശേഷ ഘോഷണത്തിലേക്കും നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട 10 മിനിറ്റുകൾ ഞങ്ങൾ സവിനയം ചോദിച്ചു കൊള്ളട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വിശ്വപ്രസിദ്ധമായ വേദപുസ്തകത്തിലെ ഒരു വചനമാണ് ഞാനിവിടെ എടുത്ത് ഉദ്ധരിച്ചത്. ആയിരങ്ങളെ ആശ്വസിപ്പിച്ച വേദവചനമാണ്. ആയിരങ്ങളെ ഇന്നും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദവാക്യമാണ് ഞാനെടുത്ത് ഉദ്ധരിച്ചത്. ഈ വേദവാക്യം എടുത്തുദ്ധരിച്ച വ്യക്തി കർത്താവായ യേശു ക്രിസ്തു അധ്വാനിക്കുന്ന ജനസമൂഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരുവിൻ, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. ആരാണ് യേശു? യേശുവിനെക്കുറിച്ച് മഹാന്മാരുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയോട് ഒരിക്കൽ ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, സ്വതന്ത്ര ഭാരതത്തെ താങ്കൾ എങ്ങനെയാണ് ഭരിക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ ഗിരിപ്രഭാഷണം എൻ്റെ കരങ്ങളിലുണ്ടല്ലോ, അതനുസരിച്ചായിരിക്കും ഞാൻ സ്വതന്ത്ര ഭാരതത്തെ ഭരിക്കുവാൻ പോകുന്നത്. വിശ്വപ്രസിദ്ധ വാഗ്മിയായ സ്വാമി വിവേകാനന്ദോട് ഒരിക്കൽ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ യേശുവിൻ്റെ പാദങ്ങൾ കഴുകുന്നത് എൻ്റെ കണ്ണുനീർത്തുള്ളി കൊണ്ടാകുമായിരുന്നില്ല, എൻ്റെ ഹൃദയത്തിലെ രക്തം കൊണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്തൊരു വാചകം വളരെ വിശ്വപ്രദമാണ്. ഇത് യേശുവിനെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞതായ വാചകങ്ങളാണ്. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു രാജാതിരാജാവായി വീണ്ടും വരുന്നു, യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്, യേശുക്രിസ്തു ഈ ഗ്രാമത്തിൻ്റെ, ഈ പട്ടണത്തിൻ്റെ വെളിച്ചമാണ്, എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും വെളിച്ചമാണ്. ജീവിതത്തിൽ ഇരുളടഞ്ഞു കിടക്കുന്നതായ നമ്മുടെ സമൂഹം മുഴുവനും ഒരു അന്ധകാരം കൊണ്ട്, ഇരുളുകൊണ്ട് നമ്മുടെ സമൂഹത്തെ മുഴുവനും കാർന്നു തെല്ലുന്ന മദ്യവും മയക്കുമരുന്നിനും ഒരു ശാശ്വത പരിഹാരമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് കഴിയും. സുവിശേഷത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സുവിശേഷമെന്ന് പറഞ്ഞാൽ? സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്, ഗുഡ് ന്യൂസ് എന്നാണ്. നാം കേൾക്കുന്ന വാർത്തകൾ, നാം കാണുന്ന വാർത്തകൾ, നാം വായിക്കുന്ന വാർത്തകൾ നല്ല വാർത്തകളല്ല. നമ്മളെ കരയിപ്പിക്കുന്ന വാർത്തകൾ, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകൾ. എന്നാൽ സുവിശേഷം ലോകത്തിലെ ഏറ്റവും നല്ല വാർത്തയാണ്, ഏറ്റവും നല്ല വാർത്തയാണ്. ഈ വാർത്തയ്ക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടന്മാരുള്ളത്. യേശുക്രിസ്തു ഞങ്ങളോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ പോയി ഭൂമിയിലൊക്കെയും എൻ്റെ സാക്ഷികളാകുവീൻ എന്ന്. ആ കൽപ്പനയുടെ ഒരു അനുസരണത്തിൻ്റെ ഭാഗമെന്ന നിലയിലാണ് ഞങ്ങൾ ഈ കവലയിലും കടന്നു വന്നിരിക്കുന്നത്. എന്താണ് സുവിശേഷത്തിൻ്റെ തിരുവചന നിർവചനം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അതാണ് ഏറ്റവും നല്ല വാർത്ത. യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കപ്പെട്ടു. യേശുക്രിസ്തു ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരികയില്ല എന്ന നിലയിൽ ആ കല്ലറയിൽ യേശുവിനെ അടക്കപ്പെടുവാണ്ടിയായി തീർന്നു. അതിനെ റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് അതിനെ മുദ്ര വെക്കുവാണ്ടിയായി തീർന്നു. എന്തിനേറെ പറയുന്നു, കാവലും ഏർപ്പെടുത്തി. എന്നാൽ യേശുക്രിസ്തു റോമാ ഗവൺമെൻറ് ഇമ്പീരിയൽ മുദ്രയും ഏകദേശം ഒരു കാളവണ്ടി ചക്രത്തിൻ്റെ അത്രയും വലിപ്പമുള്ളതും ഏകദേശം 6 ടണ്ണിലധികം ഭാരമുള്ളതുമായ ഒരു വലിയ കല്ല് മാറ്റി യേശുക്രിസ്തു എല്ലാ മനുഷ്യനിർമ്മിതമായ എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു രാജാതിരാജാവായി വീണ്ടും വരാൻ പോകുന്നു. അതാണ് ലോകത്തിൽ കേൾക്കുവാനുള്ള ഏറ്റവും നല്ല വാർത്ത. ആ വാർത്തയുടെ വാഹകരായിട്ടാണ് ഞങ്ങൾ ഈ കവലയിൽ കടന്നു വന്നിരിക്കുന്നത്. ആ യേശുക്രിസ്തു ആഹ്വാനം ചെയ്യുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ.
മനുഷ്യൻ അധ്വാനിക്കുകയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി മനുഷ്യൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് പൂർണ്ണമായി അവൻ്റെ എല്ലാ ഭാരങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് എത്തപ്പെട്ടിരിക്കുന്നത്. അതിനെന്താണ് കാരണം? ഒരിക്കലും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞതിൻ്റെതായ ഒരു ഇക്വേഷൻ്റെ ലളിതമായ രൂപം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. പണ്ട് കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത് അവൻ്റെ അന്നത്തെ വരുമാനം കൊണ്ടാണ്. അന്ന് സുഖമായി ജീവിച്ചു കൊണ്ടിരുന്നു. 100 രൂപ വരുമാനമുള്ളവൻ അതുകൊണ്ട് വളരെ സന്തോഷകരമായി ജീവിക്കുവാൻ തുടങ്ങി. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ മനുഷ്യന് ബാങ്കുകൾ വന്നു, പലിശക്ക് കടം കൊടുക്കുന്നവർ വന്നു. അങ്ങനെ വന്നപ്പോൾ മനുഷ്യൻ നാളത്തെ വരുമാനം സ്വപ്നം കണ്ട് ജീവിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതം വളരെ സങ്കീർണമായി തീർന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത്, ഇന്നത്തെ തലമുറ ജീവിക്കുന്നത് നാളത്തെ വരുമാനവും കണ്ടുകൊണ്ടല്ല. അവൻ്റെ സുഹൃത്ത് എങ്ങനെ ജീവിക്കുന്നു, അവൻ്റെ അയൽവാസി എങ്ങനെ ജീവിക്കുന്നു, അവൻ്റെ അടുത്തുള്ള വീട്ടുകാരൻ അവൻ്റെ മക്കളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഏത് വാഹനം മേടിക്കുന്നു, ഏത് സ്റ്റൈലിലുള്ള വീട് വെക്കുന്നു, അതുപോലെ നമ്മുടെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെ കിട്ടുമെന്ന് എങ്ങനെ വീട്ടുമെന്ന് പോലും ഓർക്കാതെ നാളത്തെ വരുമാനവും ഒന്നെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മനുഷ്യൻ കടമെടുത്ത് അവൻ്റെ ജീവിതം ഒന്ന് ഊരാക്കുടുക്കായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതം വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാചനത്തിന് വളരെയധികം പ്രസിദ്ധിയുണ്ട് സുഹൃത്തുക്കളെ. എല്ലാ മനുഷ്യനും ഭാരമുണ്ട്. ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. ചെറിയ മനുഷ്യനുണ്ട് ഭാരം, വലിയ മനുഷ്യനുമുണ്ട് ഭാരം. എല്ലാവർക്കും ഒരുപോലെ ഭാരമുണ്ട്. ഇവരെല്ലാവരും കണ്ടുകൊണ്ട് യേശു ആഹ്വാനം ചെയ്യുക, നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരുവിൻ, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമ്മുടെ സമൂഹം വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും മനുഷ്യൻ നമ്മുടെ സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുവാൻ കഴിയാതെ ഭയപ്പെടുന്നതായൊരു കാലഘട്ടം. ഇങ്ങനെ മനുഷ്യൻ നമ്മുടെ തലമുറ ഒന്നടങ്കമായി നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വളരെയധികം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരുവിൻ, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. മനുഷ്യൻ്റെ ഭാരമെന്ന് പറയുന്നു. ഒന്നാമത്തെ ഭാരം സാമ്പത്തിക ഭാരത്തെക്കുറിച്ച് ഞാൻ ഒന്ന് വിവരിച്ചല്ലോ. പിന്നീട് അവൻ്റെതായ അകൃത്യഭാരം അഥവാ പാപഭാരം എന്ന് പറഞ്ഞാൽ പാപത്തിന് പരിഹാരം നൽകുവാൻ ഒരു മനുഷ്യനും ഒരു മരുന്നില്ല, അതിനൊരു മാർഗമില്ല, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാ യേശു ക്രിസ്തു കാൽവറിയിൽ മരിക്കുവാണ്ടിയായി തീർന്നത്. സുഹൃത്തേ, എൻ്റെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി, ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാ പാപമില്ലാത്ത യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിക്കുവാണ്ടിയായി തീർന്നു. യേശു ക്രിസ്തു പാപികളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാൽ, രക്താംബരം പോലെ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തിന് കഴിവുണ്ട്. ആ യേശു പറയുക, നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരൂ, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. മനുഷ്യൻ്റെ ഭാരം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ആ ഭാരത്തിനൊരു ആശ്വാസം ലഭിക്കാൻ വേണ്ടി ചിലർ മറ്റുള്ള വ്യക്തികളോട് ഷെയർ ചെയ്യാറുണ്ട്. ശരിയാ, നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയോടൊന്ന് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം വളരെ വലുതാണ്. തുല്യ ദുഃഖിതരായ വ്യക്തികളോടൊന്ന് ഷെയർ ചെയ്യുമ്പോൾ വളരെ ആശ്വാസം ലഭിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വകാര്യമായ ഭാരങ്ങൾ, സ്വകാര്യമായ വിഷയങ്ങൾ മറ്റുള്ളവരോട് നാം പങ്കുവെക്കുമ്പോൾ അവരുടെ പരിഹാസത്തിന് പാത്രമായി തീർന്ന് നമ്മുടെ ഭാരം വർദ്ധിക്കുകയല്ലേ സുഹൃത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു പറയുക, നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹൃദയത്തിലെ ഏത് ഭാരമായിരുന്നാലും, നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമായിരുന്നാലും നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ ശക്തി ഈ തെരുവീതികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരൂ, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ സന്ദേശമെന്ന് പറയുന്നത്, ഈ സുവിശേഷത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് അത് ആശ്വസിപ്പിക്കുന്ന സന്ദേശമാണ്, വിടുവിക്കുന്ന സന്ദേശമാണ്. മദ്യത്തിനും മയക്കുമരുന്നിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന സന്ദേശമാണ്. സുഹൃത്തേ, താങ്കൾക്ക് ആഗ്രഹമുണ്ട് മദ്യം ഉപയോഗിക്കരുത്,
മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, നല്ലൊരു മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലും അത് കഴിയുന്നില്ല. എന്താണ് നിങ്ങളെ ഭരിക്കുന്നത്? പൈശാചിക ശക്തികളാണ്, പാപത്തിൻ്റെ ശക്തികളാണ്, പാപത്തിൻ്റെ വൈറസാണ് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിൻ്റെ ശക്തികൾ ഓടിയകലും, തിന്മയുടേതായ ശക്തികൾ ഓടിയകലും. നിങ്ങളൊരു പുതിയ മനുഷ്യനായി തീരുവാനിടയായിത്തീരും. നിങ്ങൾ യേശുവിൻ്റെ മകനായി തീരുവാനിടയായിത്തീരും, ദൈവത്തിൻ്റെ മകനായി തീരുവാനിടയായിത്തീരും. മനുഷ്യൻ്റെ ഭാരം ഇങ്ങനെ വർദ്ധിച്ച് അവന് ഗതിയില്ലാതെ വരുമ്പോൾ, യാതൊരു മാർഗവുമില്ലാതെ വരുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ചിലർ മദ്യത്തിൽ അഭയം പ്രാപിക്കും, ഒരാശ്വാസത്തിന് വേണ്ടി പുകവലിയിൽ അഭയം പ്രാപിക്കും. സുഗതമുഖാരി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കേവലം പുകവലിയിൽ തുടങ്ങുന്ന കൗതുകം ഒരുവനെ മനോരോഗിയാക്കി തീർക്കുന്നു എന്ന്. ആശ്വാസത്തിന് വേണ്ടിയാ ചിലർ മദ്യത്തിലോ മയക്കുമരുന്നിലോ ചില വിനോദങ്ങളിലൊക്കെ അകപ്പെടാറുണ്ട്. എന്നാൽ സുഹൃത്തെ, മദ്യം നിൻ്റെ ആശ്വാസം നൽകുന്ന വസ്തുവായി തീരുമോ? അത് നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിക്കുന്നു, നിൻ്റെ സമാധാനം നശിപ്പിക്കുന്നു, നമ്മുടെ സമൂഹത്തിൻ്റെ സമാധാനവും നശിപ്പിക്കുന്നു. അതുകൊണ്ട് മദ്യവും മയക്കുമരുന്നും ഇതൊന്നും ഒരിക്കലും മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയുന്നില്ല. എന്നാൽ എല്ലാ വഴികളും അടയപ്പെടുമ്പോഴും മദ്യത്തിലും മയക്കുമരുന്നിലും എല്ലാ പഴുതുകളും നോക്കിയിട്ട് മനുഷ്യന് യാതൊരു പരിഹാരവും ഇല്ലാതെ വരുമ്പോൾ, അവൻ്റെതായ ജീവിതം മുന്നോട്ട് പോകുവാൻ കഴിയാതെ വരുമ്പോൾ അവൻ ചിന്തിക്കുന്ന അവസാനത്തെ മാർഗമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. സുഹൃത്തേ, ആത്മഹത്യ അതിനൊരു പരിഹാരമാണോ? ഒരിക്കലുമല്ല. മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനം മരണമായിരുന്നുവെങ്കിൽ അത് പരിഹാരമാകുമായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവം നമുക്ക് സമ്മാനിച്ച കൊച്ചു ജീവിതം മരണം അതിൻ്റെ അവസാനമല്ല, ജീവിതത്തിൻ്റെ മറ്റൊരു തുടക്കമാണ്. മരണത്തിനപ്പുറം മനുഷ്യന് അമൂല്യമായൊരു ജീവിതമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പുസ്തകം വേദപുസ്തകമാണ്. അത് വ്യക്തമായി ആധികാരികമായി പറഞ്ഞിരിക്കുന്ന വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. കാരണം യേശു മരണത്തെ അതിജീവിച്ച വ്യക്തിയാണ്. യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയും ഇന്നും അവിടെ നിൽപ്പുണ്ട്. യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ ഇന്നും അതിന് ചരിത്ര സാക്ഷിയായിട്ട് ഇപ്പോഴും അത് ഒഴിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് മരണത്തിനപ്പുറമായി മനുഷ്യനൊരു അമൂല്യമായ ജീവിതമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. മാത്രവുമല്ല സുഹൃത്തെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവം വാഴുന്ന, ദൈവം വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ് നമ്മുടെ ഹൃദയമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, ഈ വിശുദ്ധ മന്ദിരത്തെ മദ്യം കൊണ്ട് അശുദ്ധമാക്കരുത്, മദ്യം കൊണ്ട് നശിപ്പിക്കരുത്, മയക്കുമരുന്ന് കൊണ്ട് നശിപ്പിക്കരുത്, വെറുക്കൂത്ത് കൊണ്ട് നശിപ്പിക്കരുത്, പാപത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നശിപ്പിക്കരുത്. ദൈവം നിൻ്റെ ഹൃദയത്തിൽ രാജാവായി വാഴട്ടെ. ദൈവം നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിൻ്റെ ശക്തികൾ ഓടി അലകന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ ഭരണം യേശുവിന് വിട്ടുകൊടുക്കും. ആർക്ക് തയ്യാറുണ്ട്? ഒരു ഭരണമാറ്റത്തിന് ഇന്ന് ആര് തയ്യാറുണ്ട്? നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ മദ്യത്തിൻ്റെ സ്വഭാവത്തിന്, നിങ്ങളുടേതായ പാപ സ്വഭാവത്തിന് വിരാമം കുറിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിൻ്റായി മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ പാപത്തെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള സന്ദേശമാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന സന്ദേശമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന സന്ദേശമാണ്. അതുകൊണ്ട് മനുഷ്യന് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. യേശുക്രിസ്തു വഴിയും സത്യവും ജീവനുമാണ്. യേശുക്രിസ്തു എന്ന വഴിയിൽ കൂടി മാത്രമേ, യേശുക്രിസ്തു എന്ന വഴി എന്ന് പറയുന്നത് അത് നിത്യജീവനിലേക്കുള്ള വഴിയാണ്. ഈ വഴിയിൽ കൂടി, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ നിത്യജീവൻ മനുഷ്യന് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രിയ സുഹൃത്തെ, ഈ സന്ദേശം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രാജാവായി കടന്നു വരട്ടെ. യേശുക്രിസ്തു വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം പ്രശ്നങ്ങൾ കൊണ്ട്, തിരമാലകൾ പോലെ വളരെയധികം പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുകയാണെങ്കിൽ, ഒരു ശാന്തത ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ആത്മഹത്യയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്ന സുഹൃത്തെ, നിനക്കൊരു നല്ല ജീവിതം നൽകുവാൻ, നല്ലൊരു ജീവിതം സമ്മാനിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു.
യേശു നിങ്ങളുടേതായ കടും ചുമപ്പായിരുന്ന രക്താംബരം പോലെ കടും ചുമപ്പായിരുന്ന പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനുവേണ്ടി താങ്കൾ ഒന്നും ചെയ്യണ്ട, പ്രത്യേകിച്ച് എങ്ങും പോകണ്ട, പ്രത്യേകിച്ച് സാമ്പത്തികമായ ചിലപാടുകളൊന്നുമില്ല. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്ക്, വായ് കൊണ്ട് ഏറ്റുപറ, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെവിടെയായിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുക. യേശുവിൻ്റെ ശക്തി നിങ്ങളെ ഭരിക്കുവാൻ പോകുക. നിങ്ങളെ വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പരിപൂർണമായി വിടുതൽ ലഭിക്കുവാൻ പോകുക. നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ സന്ദേശം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് ഈ സന്ധ്യയോടടുത്ത സമയത്ത് ഈ ലഘുസന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിലെ വലിയ ഭാരങ്ങളുമായിട്ട് ആരോടും തുറന്നു പറയുവാൻ കഴിയാതെ വണ്ണം ഒക്കെ വഴിമുട്ടി നിൽക്കുന്ന ആ സഹോദരനെ, ആ സഹോദരിയെ, ആ പൈതലിനെ അങ്ങ് കാണുന്നുവല്ലോ. അവരെ അങ്ങ് ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. അവരുടെ രോഗത്തെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. അവരുടെ കടഭാരത്തിൽ നിന്നൊരു വിടുതൽ നൽകുന്നതിനായി സ്തോത്രം. അവരുടേതായ പാപഭാരത്തിൽ നിന്ന്, അകൃത്യഭാരത്തിൽ നിന്ന് ഒരു വിടുതൽ നൽകുന്നതിനായി സ്തോത്രം. മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, വെറുക്കുത്തുകളിൽ നിന്നും, അങ്ങനെയുള്ളതായ ദുഷിച്ച സ്വഭാവങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലായി തീരുവാൻ അവർ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് അവരുടെ ഹൃദയത്തിലേക്ക് ഒന്ന് രാജാവായി കടന്നു വരണമേ. കർത്താവിൻ്റെ ശക്തി അവരുടെ കുടുംബത്തിൽ വ്യാപരിക്കണമേ. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.